നമസ്കാരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാഡ്രിഡ് കളിക്കാനിറങ്ങുകയാണ്. എതിരാളികൾ ബ്രസ്റ്റാണ്. രാത്രി ഇന്ത്യൻ സമയം 1:30 മത്സരങ്ങൾ. എല്ലാ കളികളും ഇന്ന് 1:30. അപ്പോൾ ഏത് കാണും എന്നുള്ളത് ആരാധകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തായാലും ബ്രസ്റ്റും റയലും തമ്മിൽ കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റയലിനേക്കാൾ മുകളിലാണിപ്പോൾ ബ്രസ്റ്റ് നിൽക്കുന്നത്. 13ാം സ്ഥാനത്ത്. 7 കളികളിൽ നിന്ന് അവർക്ക് 13 പോയിൻ്റ് ഉണ്ട്. റയൽ 16ാമതാണ്, 7 കളികൾ 12 പോയിൻ്റ്. റയൽ പ്ലേ ഓഫ് എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിജയിച്ചാൽ ഈവൻ ടോപ്പ് 8 ഫിനിഷിങ്ങിനുള്ള സാധ്യത പോലും ബാക്കിയുണ്ട്. അത് പക്ഷേ മറ്റു ടീമുകളുടെ റിസൾട്ട് കൂടി ബാധിക്കും. എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ കോച്ച് കാർലോ അഞ്ചലോട്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ടോപ്പ് 8ലേക്ക് എത്തുമോ? അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി, ബ്രസ്റ്റ് വളരെ നന്നായിട്ട് കളിക്കുന്ന ടീമാണ്, അവർക്ക് ഞങ്ങളെക്കാൾ ഒരു പോയിൻ്റ് കൂടുതലുമുണ്ട്, സോ ബുദ്ധിമുട്ടായിരിക്കും, കളി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇവിടെ തുടരണമെന്ന് തന്നെയാണ്, ക്ലബിനും അങ്ങനെ തന്നെയാണ്, കഴിയാവുന്നിടത്തോളം പോസിബിൾ ആവുന്നിടത്തോളം ഒരുമിച്ച് പോവുക, ക്ലബിന് എന്നിൽ നല്ല വിശ്വാസമുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് കാർലോ അഞ്ചലോട്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കിലിയൻ എംബാപ്പയുടെ കാര്യം പറയുന്നു. കിലിയൻ ഈസ് ഡൂയിങ് വെരി വെൽ. അദ്ദേഹത്തിന് കുറച്ച് അഡാപ്റ്റേഷൻ്റെ സമയത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മികച്ച രൂപത്തിൽ അഡാപ്റ്റഡ് ആയിരിക്കുന്നു. ഇവിടെ കളിക്കുന്ന അദ്ദേഹം എൻജോയ് ചെയ്യുന്നു. സോ ടീമിനോടൊപ്പം അദ്ദേഹം മികച്ച രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി കാർലോ അഞ്ചലോട്ടി പറയുന്നുണ്ട്. ഡേവിഡ് അലാബയുടെ കാര്യം അദ്ദേഹം പറയുന്നത്, ഡേവിഡ് അലാബ കുഡ് സ്റ്റാർട്ട് ടുമാറോ. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കഴിഞ്ഞ് അടുത്ത മത്സരത്തിൽ എന്തായാലും അവൻ സ്റ്റാർട്ട് ചെയ്യും എന്നുകൂടി ആഞ്ചലോട്ടി പറയുകയുണ്ടായി. അപ്പം അവരുടെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും അതുകൂടി നമ്മൾ നോക്കുകയാണ്. ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗോൾ കീപ്പറായിട്ട് കോട്ടുവ, ഡിഫൻസിൽ മെൻഡി, റൂഡിഗർ, അസെൻസിയോ, വാസ്കസ് എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിൽ ബെല്ലിംഗാം, സെബയോസ്, ഷുവാമനി, വാൽവർദെ, മുന്നേറ്റത്തിൽ റോഡ്രിഗോ, കിലിയൻ എംബാപ്പെ. ഇനി ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മത്സരത്തിൽ ലൂക്കാ മോഡ്രിച്ചും എൻട്രിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങി അവർക്ക് യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ അടുത്ത UCL മത്സരം അവർക്ക് നഷ്ടമാകും. എന്തായാലും റയൽ ഇന്ന് വിജയിക്കുക, അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. ടോപ്പ് 8 സാധ്യത അവിടെ ബാക്കിയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.